ഫ്രാൻസിസ്കോ ഡി ഒറെല്ലാന തൻ്റെ കപ്പൽ വേഗത്തിൽ ഓടിച്ചു. അറ്റ്ലാന്റിക് സമുദ്രം ലക്ഷ്യമാക്കി നീങ്ങിയ യാത്ര അതിൻ്റെ അവസാനത്തിലാണ്. വിശപ്പും ക്ഷീണവും അയാളെ തളർത്തിയിരുന്നു. തൻ്റെ പകുതി ആളുകളും പാതി വഴിയിൽ മരിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് അയാളുടെ മാനസിക നില തെറ്റിച്ചിരുന്നു. അവരുടെ പ്രിയപ്പെട്ട കുതിരകളെയും പട്ടികളെയും കൊന്നു തിന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി ആഹാരത്തിന് വകയില്ല. ആമസോൺ മഴക്കാടുകളിലൂടെ ആദ്യമായി പര്യടനം ചെയ്ത വിദേശി എന്ന ഖ്യാതിയിൽ നിന്ന് എൽ ഡൊറാഡോ എന്ന മോഹിനിയുടെ നീരാളിക്കൈയിൽ കുടുങ്ങി പാതി വഴിയിൽ മരണത്തിന് കീഴടങ്ങിയ ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യത്തെ മനുഷ്യനായി ഫ്രാൻസിസ്കോ ഒറെല്ലാന മാറി. അയാൾക്ക് പിന്നാലെ ലാറ്റിൻ അമേരിക്കയുടെ പൊൻതിളക്കം അന്വേഷിച്ചു വന്നവരിൽ പലരും പിന്നീട് തിരിച്ചു വന്നില്ല. നേരം വെളുക്കുന്നതേയുള്ളൂ. നിബിഡ വനത്താൽ ചുറ്റപ്പെട്ട ആ തടാകം സൂര്യൻ്റെ ആദ്യ കിരണങ്ങളേറ്റു തിളങ്ങി. ആ തടാകക്കരയിൽ ഒരാൾ മാത്രം വേറിട്ട് കാണപ്പെട്ടു. അയാളുടെ ശരീരം സ്വർണ്ണവർണ്ണം പൂശിയിരുന്നു. വെട്ടിത്തിളങ്ങുന്ന ആ ശരീരത്തെ വഹിച്ചുകൊണ്ട് അലങ്കൃതമായ ഒരു വഞ്ചി തടാകമധ്യത്തിലേക്ക് നീങ്ങി. ആ വഞ്ചിയിൽ നിന്നും സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അയാൾ വാരിയെടുത്തു. മന്ത്രോച്ചാരണങ്ങളോടെ അയാൾ അത് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എൽ ഡൊറാഡോയുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിവരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് യുവാൻ റോഡ്രിഗസ് ഫ്രൈലെ 1636 രേഖപ്പെടുത്തിയ മ്യൂയിസ്ക ട്രൈബ് തലവന്റെ സ്ഥാനാരോഹണ ചടങ്ങ്. 6 വർഷം നീണ്ട ഉപവാസത്തിനൊടുവിലാണ് തലവനെ തിരഞ്ഞെടുക്കുക. ഇക്കാലയളവിൽ സ്ത്രീകളുമായി ബന്ധപ്പെടാനോ മാംസം രുചിക്കാനോ ഉപ്പോ എരിവോ കൂടിയ ഭക്ഷണം കഴിക്കുവാനോ പാടില്ല. കൂടാതെ ഈ 6 വർഷക്കാലം ഗുഹയിൽ സൂര്യകിരണങ്ങൾ ഏൽക്കാതെ ഇരിക്കുകയും വേണം. യുവാൻ ഫ്രൈലയുടെ ഈ വിവരണം വായ്മൊഴികളുടെയും അവിടുത്തെ ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചരിച്ചിരുന്ന കഥകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ഇത് സത്യമായിരുന്നു എന്ന് പിന്നീട് നടന്ന ഖനനങ്ങളിലൂടെയും ചരിത്രകാരന്മാരുടെ വിവരണങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടു. ഈ ആചാരത്തിന് എൽ ഡൊറാഡോയുമായി എന്ത് ബന്ധം? എൽ ഡൊറാഡോ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഗ്ലൈഡഡ് മാൻ അല്ലെങ്കിൽ ഗോൾഡൻ വൺ എന്നാണ്. 1600 തുടക്കകാലത്ത് എഴുതപ്പെട്ട യാത്രാ വിവരണങ്ങളിൽ സ്വർണ്ണ നഗരത്തെയല്ല മറിച്ച് സ്വർണ്ണ മനുഷ്യനെയാണ് പ്രതിപാദിക്കുന്നത്. യുവാൻ ഫ്രൈലെയും അദ്ദേഹത്തിൻ്റെ സമകാലികരും ഇതേ ഗ്ലൈഡഡ് മാനെ പറ്റിയും അവരുടെ റിച്വൽ നടക്കുന്ന സ്ഥലമായ ഗ്വാട്ടാവിറ്റ എന്ന തടാകവും അതിനടുത്തുള്ള പ്രദേശങ്ങളും പ്രതിപാദിക്കുന്നു. ഈ സ്ഥലം പിന്നീട് ഗോൾഡൻ സിറ്റിയായി തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്ന് സാരം. ശരിയാണ്, എൽ ഡൊറാഡോ ഇല്ല എന്ന് വിശ്വസിക്കാൻ പലർക്കും കഴിയുന്നുണ്ടാവില്ല. അത്രയും അധികം എൽ ഡൊറാഡോ നമ്മളെ വിസ്മയിപ്പിച്ചിരുന്നു. ആമസോൺ കാടിലെവിടെയോ ഒളിച്ചിരിക്കുന്ന ആ നിധികുംഭം എന്നെങ്കിലും പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഏറെയും. ഗ്വാട്ടാവിറ്റ തടാകത്തിൽ നടന്ന ഖനനങ്ങൾ മ്യൂയിസ്ക ഗോത്രത്തിൻ്റെ ആചാരങ്ങളുടെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു. സ്വർണവും വൈരങ്ങളും യൂറോപ്യന്മാർ വീണ്ടും അവരുടെ നാട്ടിലേക്ക് കടത്തി. അപ്പോഴും സ്വർണ്ണ നഗരത്തിൻ്റെ അവശേഷിപ്പുകൾ ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. ഇത്രയും സ്വർണം തടാകത്തിലേക്ക് എറിയണമെങ്കിൽ അയാളുടെ നഗരത്തിൽ ഒരുപാട് സ്വർണം ഉണ്ടായിരിക്കണമല്ലോ എന്ന ചിന്തയിൽ നിന്നാവണം ഈ ലോസ്റ്റ് സിറ്റി കോൺസെപ്റ്റിൻ്റെ ഉദയം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, സ്വർണ്ണ മനുഷ്യരിൽ നിന്ന് അയാളുടെ ഗോത്രത്തിൻ്റെ സമ്പത്തിലേക്കും അവിടെ നിന്ന് അവരുടെ നഗരത്തിൻ്റെ സമ്പത്തിലേക്കും അതിൽ നിന്നും സ്വർണ്ണമൊഴുകുന്ന ഒരു സാമ്രാജ്യത്തിലേക്കും ആ കഥ പറഞ്ഞു പരിണമിച്ചു. പ്രശസ്ത എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനദാന ചടങ്ങിൽ നടത്തിയ സോളിറ്റ്യൂഡ് ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന തലക്കെട്ടോടു കൂടിയ ആമുഖ പ്രസംഗം വളരെ പ്രശസ്തമാണ്. യൂറോപ്യന്മാർ എക്കാലവും ലാറ്റിൻ അമേരിക്കയെ നോക്കിക്കണ്ടത് മായാജാലവും മന്ത്രങ്ങളും ഫാന്റസികളും അടങ്ങിയ മാജിക്കൽ റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിലൂടെയായിരുന്നു.
പക്ഷേ ലാറ്റിൻ അമേരിക്കയ്ക്ക് അവരുടേതായ റിയാലിറ്റി ഉണ്ടായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ പ്രതിപാദിച്ച നിധി തേടിയിറങ്ങിയ യാത്രകളും സഞ്ചാരികളുമാണ് എൽ ഡൊറാഡോയ്ക്ക് വലിയ പ്രചാരം കൊടുത്തത്. അത് പിൽക്കാലത്ത് സ്പാനിഷ് മാധ്യമങ്ങളും കടൽ കൊള്ളക്കാരും ഏറ്റെടുത്തു. അതിനെ അരക്കിട്ടുറപ്പിച്ചത് തങ്ങളുടെ പാരമ്പര്യ സംസ്കാരത്തെയും ഭൂതകാലത്തെയും തച്ചുടച്ച ഇതേ വിദേശ ആക്രമണങ്ങളായിരുന്നു. അതിനാൽ ആ ജനതയ്ക്ക് തങ്ങളുടെ ഓർമ്മകൾ എന്നേക്കുമായി നഷ്ടമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.